ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒരു വീട് തകർത്തു. ചിന്നക്കനാൽ തോണ്ടിമല ഇടികര എസ്റ്റേറ്റിലെ സന്തോഷ് രാജയുടെ വീടാണ് തകർത്തത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. തൊട്ടം മേഖലയിൽ താമസിക്കുന്ന സന്തോഷിന്റെ വീടാണ് ആക്രമിച്ചത്. വീടിന്റെ ഒരു മുറിയുടെ ഭിത്തി തകർക്കുകയും ജനാല തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഏതാനും നാളുകളായി കനത്ത കാട്ടാന ആക്രമണം ശല്യമുണ്ട്. നിരവധി കാട്ടാന കൂട്ടങ്ങളും ഒറ്റയാന്മാരും വിവിധ മേഖലകളിലായി. കഴിഞ്ഞ രാത്രിയിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ സന്തോഷവും കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നില്ല. 2 വയസ്സുകാരനായ മകന്റെ ചികിത്സാവശ്യത്തിനായി ഇവർ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പും ഈ വീടിന് നേരെ, അതിലെ പഴയ വീടിന് നേരെയും കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് ഒരു മുറി തകർന്ന സംഭവം ഉണ്ടായി. അന്ന് പഴയ വീടായിരുന്നു, ബുദ്ധിമേഞ്ഞ വീടായിരുന്നു. ആ വീട് ആന തകർത്ത ശേഷം നിർമ്മിച്ച പുതിയ വീടിന് നേരെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേ ഭാഗത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറിയുടെ നേരെയാണ് ഇപ്പോഴും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏതാനും നാളുകളായി വീടുകൾക്ക് വേണ്ടിയുള്ള ആക്രമണങ്ങൾ കുറവായതെങ്കിൽ പോലും ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ കൃഷിയിടങ്ങൾക്ക് വ്യാപകമായി കാട്ടാനകൾ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. നിരവധി ഏലത്തോട്ടങ്ങളിലൊക്കെ നാശനഷ്ടം വയ്ക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ വീടാക്രമിച്ചത് കൂടാതെ നിരവധി കൃഷിയിടങ്ങളിലും സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീജ, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് ധാരണയാകാതെ LDF. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം അംഗീകരിക്കാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു സീറ്റ് കൂടുതൽ അനുവദിച്ചാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മുന്നണിയിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ആകും. കോട്ടയം ജില്ലയിലെ ഒരുപക്ഷെ ഇടതുമുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാകും ഫലത്തിൽ ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം സീറ്റുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ എന്ന നിലയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ വീതമാണ് കേരള കോൺഗ്രസ് എമ്മും ഒപ്പം തന്നെ CPIഎമ്മും മത്സരിച്ചത്. 4 സീറ്റുകളിൽ CPIയും മത്സരിച്ചു. അതുകൊണ്ട് തന്നെ അധികമായി വന്ന തലനാട് സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു, കേരള കോൺഗ്രസ് എം ഉന്നയിച്ചു. ബാക്കി സീറ്റുകൾ നിലനിർത്തണം, ചില സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരമുള്ള മാറലുകൾക്ക് തയ്യാറാണ് എന്ന് അവർ പറഞ്ഞു. പക്ഷേ നിലവിലുള്ള 9 സീറ്റ് കൂടാതെ ഈ തലനാട് സീറ്റ് എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ CPM ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. തലനാട് സീറ്റ് അവർക്കും വേണമെന്ന ആവശ്യം അവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CPIയും ഒരു സീറ്റ് അധികമായി വന്ന സാഹചര്യത്തിൽ തങ്ങളാകെ 4 സീറ്റിലെ മത്സരിക്കുള്ളൂ. കഴിഞ്ഞ തവണ 4 മത്സരിച്ചതിൽ 3 ജയിച്ചവരാണ്. അതുകൊണ്ട് അധികമായുള്ള സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം അവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മുന്നണിയിൽ ഒരു തീരുമാനമാകാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്തെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് കൂടെ നൽകിയാൽ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് എം മാറും. അവിടെ 9 സീറ്റുകളിലേക്ക് CPM രണ്ടാമത്തെ പാർട്ടിയായി മാറും. ഫലത്തിൽ ഇത് അംഗീകരിക്കാൻ നിലവിൽ CPM ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ ആയിരിക്കും ഇനിയൊരു ചർച്ച ഉണ്ടാകുക എന്നുള്ളതാണ് നേതൃത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്നും അവർ കരുതുന്നു. സ്വാഭാവികമായും ജില്ലയിൽ ഈ മൂപ്പിളമ തർക്കം ഒരു പരിധിവരെ നേരത്തെ CPIയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിനേക്കാൾ മുന്നിൽ ഞങ്ങളാണ്, ഏറ്റവും കൂടുതൽ സമരം നയിക്കുന്ന ഞങ്ങളാണ് എന്നൊക്കെ മുൻ ജില്ലാ സെക്രട്ടറിമാരടക്കം പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അവരുടെ സംഘടനാ റിപ്പോർട്ടിലൊക്കെ ഉള്ളതാണ്. അവിടെ കേരള കോൺഗ്രസ് എമ്മിനെ ഒന്നാമത്തെ പാർട്ടിയാക്കി മാറ്റാൻ ഫലത്തിൽ CPIക്കും താല്പര്യമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു 10ാം സീറ്റിനെ ചൊല്ലിയുള്ള ഒരു തീരുമാനമാകാതെ അതൊരു തർക്കത്തിലിരിക്കുന്ന സാഹചര്യമാണ്. നാളത്തോടെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ, ഒരു പരസ്യ പോരൊന്നും ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്.